നമ്മൾ യുംതാങ് വാലിക്കുള്ള റൂട്ടിലാണ് കേട്ടോ. യുംതാങ് വാലി ഇനി നമ്മൾ ഏകദേശം പകുതി ദൂരമൊക്കെ എത്തി. കാരണം ഗുരുതമാർഗിൽ നിന്ന് വരുമ്പോൾ അവിടുന്ന് ഡീവിയേഷൻ എടുത്ത് പിന്നെ ഏകദേശം അതുപോലത്തെ ഒരു നേച്ചറൊക്കെ തന്നെ അല്ലേ. അതുപോലെ തന്നെ അല്ല, വരുന്ന വഴിക്ക് ഒരുപാട് മിലിറ്ററി ഏരിയ ഉണ്ട്. ഫോട്ടോഗ്രാഫി നമുക്ക് അനുവദിക്കത്തില്ല, നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. ഇപ്പം ഏകദേശം ഇനിയിപ്പോൾ ഒരു 16 കിലോമീറ്റർ ഉണ്ട്. ഇനി യുംതാങ് വാലി എന്ന് പറഞ്ഞാൽ ഫുൾ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു താഴ്വര സീസണിൽ കേട്ടോ. ഒരു വാലിയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നലെ ഗുരുതന്മാർക്ക് പോയിട്ട് അധികം മഞ്ഞില്ല. മഞ്ഞില്ല. അപ്പൊ ഇവിടെ ഇനിയിപ്പോ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി വഴിയാണ്, നല്ല കാഴ്ചകളാണ്, അടിപൊളി സ്കൈക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരു ഭംഗി മാത്രമേ ഉള്ളൂ. ഈ കിടക്കുന്ന പാറയൊക്കെ മലയിടിച്ചിലുണ്ടായി വന്ന് കിടക്കുന്ന പാറയാണ്. ഇതൊന്നും ഇവിടെ നേരത്തെ ഇങ്ങനെ കിടന്ന സ്ഥലങ്ങളല്ല, ഇത് ഫുള്ള് മലയിടിഞ്ഞ് വന്ന പാറകളാണ്. കട്ടിയായിട്ട് മഞ്ഞ് കിടക്കുന്നുണ്ട് താഴെ. ആ മലയുടെ മുകളിൽ മഞ്ഞുണ്ട്, അതിന്റെ താഴെയായിട്ട് മുകളിൽ നിന്ന് വീണതാന്ന് തോന്നുന്നത്. പാറകള് എല്ലാം പെയിന്റ് അടിച്ച പോലെ ഒരുതരം ഫംഗസ് ആണിത്. ഞാൻ ചുരണ്ടി നോക്കിയായിരുന്നു. എന്തായാലും റോഡ് പിന്നെ നശിച്ചു. ഇവിടെ ഇത്തരെങ്കിലും റോഡ് കിട്ടുന്നത് തന്നെ ഭാഗ്യം. കാരണം നല്ല വെള്ളം ഒഴുകി വരുന്ന വഴിയാണ് നേരെ ഫ്രണ്ടിൽ കാണുന്നത്. അവിടെ നിന്ന് വന്നിട്ടാണ് ഈ റോഡ് മൊത്തം നശിപ്പിച്ചോണ്ടങ്ങ് പോകുന്നത്. കൂടി പറയാണ് നമ്മള് ഡീസൽ ഫുൾ ടാങ്ക് അടിച്ചു വരിക. ഒരു ഫുൾ ടാങ്ക് മാത്രം പോരാ, ഒരു 10 ലിറ്റർ ക്യാനിൽ 20 ലിറ്റർ വേറെ കരുതുക, അല്ലെങ്കിൽ പെട്ടു. ഞങ്ങൾ മിക്കവാറും പെടാൻ ചാൻസ് ഉണ്ട്. കയ്യിലുണ്ട് ഡീസല്. 20 കിലോമീറ്റർ ഉള്ളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുത്ത് കയറ്റമാണ്. ഇനി ഇങ്ങോട്ട് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ നിരപ്പ് കിട്ടുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് കാണുന്ന നിരപ്പായിട്ട് തോന്നും, പക്ഷെ ഇത് നിരപ്പല്ല, ഇത് കയറ്റ. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നിരപ്പും ഇറക്കൊക്കെ അല്ലേ, പക്ഷെ നമ്മൾ പോകുന്നത് സെക്കൻഡ് ഗിയറിലാണ്. അതാണ് സംഭവം. ഇവിടെ ഈ ഒരു സ്പീഡിലേ പോകാൻ പറ്റൂ. വണ്ടി കയറുന്നില്ല, ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ടേ. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടൊരു പൈൻ ഫോറസ്റ്റ് കിട്ടും. നാട്ടില് പൈൻ ഫോറസ്റ്റ് ഒന്നുമില്ല മക്കളെ. ഇതിന്റെ ഒരു ഭംഗി എന്തൊരു രസം നോക്കി. റോട്ടിൽ നിന്ന് കണ്ടപ്പോ ജസ്റ്റ് ഇത് നിർത്തി നോക്കുമ്പോഴാണ് മക്കളെ പൊളി എന്ന് പറഞ്ഞാൽ പൊളി, ഒന്നും പറയല്ല. ജസ്റ്റ് ഇങ്ങനെ കയറാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ കയറാം. അധികം നിങ്ങൾ ഉള്ളിലേക്ക് ഒരിക്കലും പോകരുത് കേട്ടോ. കാരണം ഇവിടെയൊക്കെ നാച്ചുറൽ റിസർവ് ഏരിയ എന്ന് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് റോഡിന് സൈഡിൽ ഇങ്ങനെ ഉള്ളിലേക്ക് കയറാം. ഈ ഭംഗിയൊക്കെ ഇത് അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ നോക്കി. റിസർവ് ഫോറസ്റ്റ് ആണെങ്കിലും ഇതിന്റെ ഒരു ഭംഗി ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. പൈൻ മരങ്ങൾ വീണ് കിടക്കുകയാണ്. അതിന്റെ ഒരു ഭംഗിയുണ്ട്. എന്ത് രസമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഒരു ചെടിയാണ്. എന്ത് ചെടിയാ? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മുള്ളമ്പായൽ പോലുള്ള ഒരു ചെടി, അതിങ്ങനെ മൊത്തത്തിൽ വ്യാപിച്ച് കിടക്കുക. ഇവിടെ ഐസും കാര്യങ്ങളൊക്കെ ഇവിടെ വീണ് കിടക്കുന്നുണ്ട് അതിന്റെ ഉള്ളിലേ. നോക്കി, ചാണത്തിന്റെ ചുവമായി. അത് മറ്റേ ഇതില്ലേ, എന്താണ് നല്ല കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ കിടക്കുന്ന ഐസ് ഒന്നും എടുത്ത് നക്കി നോക്കരുത്. അതെ, ഭംഗിയൊരു ഒന്നൊന്നര ഭംഗി കേട്ടോ. യുംതാങ് വാലിനേക്കാളും ഭംഗി ഈ ഒരു ഇതിനുണ്ട് തോന്നുന്നു കേട്ടോ. ഒന്നും പറയല്ല. കുറച്ച് നിരപ്പുണ്ടായിരുന്നു, നമുക്ക് ഇവിടെ ഒന്ന് ക്യാമ്പ് ചെയ്യായിരുന്നു. സത്യം, ഇതിനുള്ളിൽ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിക്കും. ഇതിന്റെ മേലൊക്കെ ഐസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വീണ രസം. ഐസ്, റോഡ്, ചോന്ന പാറ, ഒന്നര വ്യൂ. ഏകദേശം വാലി എത്താനായിട്ടുണ്ട് കേട്ടോ. യുംതാങ് വാലി എത്താനായിട്ടുണ്ട്. അങ്ങ് പോകണം നമുക്കിനി. ദേ കാണുന്ന ദൂരെ ഫുൾ ഐസായിട്ട്. പോകുന്ന വഴി അടിപൊളിയാണ്. പോകുന്ന സ്ഥലം എങ്ങനെയായാലും നമുക്ക് വിഷയമില്ല. പോകുന്ന വഴി ഉണ്ടല്ലോ, ആ യാത്രയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഇടത് സൈഡിൽ കാണുന്ന ആ ഒരു പാറയൊക്കെ ഉണ്ടോ, എന്ത് രസമുണ്ട്. ആൾക്കാരിറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് പറ്റിയ സ്ഥലമാണ്, നല്ല സ്ഥലമാണ്.
പക്ഷെ ഈ പാറയൊക്കെ ഒരു കാലത്തെ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ വലിയ പാറയുടെ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണതായിരിക്കും. ശരിയാ, അത്രയും പാറകൾ അങ്ങനെ കിടക്കുന്നത്. അയ്യോ, വർഷങ്ങൾക്ക് മുമ്പ് വീണതായിരിക്കും. ഇത്ര പായലൊക്കെ പിടിച്ച് വേറെ ഏതോ ഒരു സ്ഥലത്ത് ചെന്ന പോലെ. നമുക്ക് ഗുരുവായൂരിൽ ഈ ഒരു ഇത് കിട്ടിയില്ല. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ വേറെ. അയ്യോ, ഒന്നൊന്നര വ്യൂ ആണ് മോനെ. കാടൻ ഇത് രണ്ടാമത്തെ തവണ അല്ലേ? അപ്പൊ ഇവര് ആദ്യം വന്ന വീഡിയോ കാടൻ സഞ്ചാരി യൂട്യൂബ് ചാനലിലുണ്ട്, കിടക്കുന്നുണ്ട് വിത്ത് ഫാമിലി. പക്ഷെ അന്ന് വേറൊരു വൈബാണ്. മഴക്കാലമാണ്, മഴക്കാലത്ത് കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഇത് വേറൊരു വൈബ്. നമ്മളിപ്പോ വന്നത് മഞ്ഞുകാലമാണ്. അന്നൊക്കെ യുംതാങ് വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും പച്ച പിടിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പൊ ആ ഒരു സമയത്താണ് വരേണ്ടത്. ആ സമയം അല്ല, ഇത് യുംതാങ് വാലിയുടെ നമ്മുടെ മെയിൻ ആയിട്ട് ഐസ് ഇങ്ങനെ കിടക്കുന്ന, അതാണ് സീസൺ. ഐസ് കിടക്കുന്ന സീസൺ ആണ്. പക്ഷെ നമ്മൾ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൂക്കള്, അന്നും ഒരു മനുഷ്യനില്ലാന്ന്, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് പൂക്കള്, പിന്നെ അരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം നല്ല സജീവമായിരിക്കും. ആ ഒരു പ്രത്യേക വൈബാണ് ആ സമയത്ത്. ഇവിടെയാ മല ഇടിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടില്. ആ മണ്ണൊക്കെയാണ് കൊണ്ടിവിടെ കൂട്ടിയിട്ടുണ്ട്. അതിപ്പോ അങ്ങോട്ട് പോകുമ്പോ കാണാം എവിടെയാ ഇടിഞ്ഞത്. ആ ഇത് തന്നെ, ഇതാ ഈ സൈഡിൽ നോക്കാം. കഴിഞ്ഞു. അത്രയും ഹൈറ്റിൽ മണ്ണ് പാറക്കെട്ടുകൾ വന്ന് വീണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു മണ്ണിടിച്ചിലായിരിക്കും അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇനിയിപ്പോ റൂട്ട് മാറി സൈഡിലൊക്കെ ഐസുകൾ കണ്ടു തുടങ്ങിയിട്ട് ശരിക്കും കൂടുതൽ ഐസ് അല്ലേ? മാത്രമല്ല അതിൻ്റെ ഒരു പ്രകൃതി വീണ്ടും മാറി. ഫുൾ പൈൻ ഫോറസ്റ്റ്. റോഡ് സൈഡിലെ ഐസൊക്കെ ഉരുകി തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു മഴ പെയ്ത സമയത്ത്. ആ മഴയുടെ സമയം എന്ന് പറയുന്നത് ഇവിടെ മഞ്ഞ് കൂടുമ്പോഴാണ് താഴെ മഴ പെയ്യുന്നത്. അങ്ങനെയാണ് അല്ലേ? അതെ അതെ. ഇവിടെ നല്ല രീതിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുമ്പോഴാണ് താഴോട്ട് മഴ വരുന്നത്. ഇവിടെ താഴെ കണ്ട സ്ഥാനം ഇവിടുന്ന് വന്നേക്കുന്നു. ആ ഇവിടുന്ന് വന്ന ആ പാറക്കെട്ടുകളാണ് അങ്ങ് താഴേക്ക് വന്നേക്കുന്നത്. ആ താഴേക്ക് പോയ മണ്ണിടിച്ചിലിന്റെ ഭാഗങ്ങളാണിത്. എത്രത്തോളം ഭീകരമായിട്ടൊരു മണ്ണിടിച്ചിലായിരുന്നു. പാറക്കെട്ടുകളൊക്കെ വന്നിരുന്നുണ്ട്. അപ്പൊ ആ നിൽക്കുന്ന മരങ്ങൾ, പൈമരങ്ങൾ മുഴുവൻ പോയി. ഇവിടെ വണ്ടിയേക്കാളും വലിപ്പമുള്ള പാറക്കെട്ടുകളാണ് വന്ന് വീണേക്കുന്നത്. ആ വലിയൊരു ചാല് പോലെ അവിടുത്തെ ആ മണ്ണ് മുഴുവൻ അങ്ങോട്ട്. അപ്പൊ സിക്കിമിൽ വരുന്നവരെ ഒരു കാരണവശാലും മിസ്സാക്കരുത്. നല്ല അടിപൊളി റൂട്ടാണ്. കൊടുക്കുന്ന പൈസ മുതലാകും. നിങ്ങൾ മിസ്സാക്കരുത്. മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ തന്നെ തൊലഞ്ഞു പോകും. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും നിങ്ങൾ ടാക്സി വിളിച്ചാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ടാക്സിക്ക് കൊടുക്കുന്ന പൈസ മുതലാകും. അത്രയ്ക്കുണ്ട്. അല്ലാതെ നമുക്ക് ഇപ്പം ഓവറായിട്ട് ഭയങ്കര സംഭവമാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര സംഭവമാണ്. അല്ല, നമ്മളിപ്പം നമുക്ക് കിട്ടിയ ഒരു ഫീല് ഇനി വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് അതിനകത്ത്. നമ്മൾ വന്ന സമയത്തായിരിക്കില്ല അവർ വരുന്നത്. അവർ ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും ഇവിടെ കയറുന്നത്. നമ്മളിപ്പോൾ രാവിലെയാണ് കയറുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ലൈറ്റ് വീഴുന്നതും ഒക്കെ വരുമ്പോൾ കാണാനുള്ള ഒരു ഭംഗി വ്യത്യാസപ്പെടാം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചിലപ്പോൾ വരാം. എന്തായാലും നിങ്ങൾ വരിക, എൻജോയ് ചെയ്യുക. അങ്ങനെ നമ്മൾ യുംതാങ് വാലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആയിരിക്കുകയാണ്. ഇവിടെ കുറേ കടകളും കാര്യങ്ങളും ഒക്കെയാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ അപ്പുറത്ത് പോയി പാർക്കിങ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്ക് മാക്സിമം പോകാവുന്ന അത്രയും പോട്ടെ. നമുക്കപ്പോൾ അവിടെയാണ് നമുക്ക് നിർത്തേണ്ടത്. അവിടെയാണ് താഴേക്ക് ഇറങ്ങേണ്ടത്. നോക്കാം അവിടെ ഐസ് ഉണ്ടോ ഇല്ലയോ. എന്തായാലും പോകാൻ പറ്റുന്ന അത്രയും ദൂരം നമ്മൾ പോവുക. അതിനുശേഷം നമ്മൾ വണ്ടി ഒതുക്കിയാൽ മതി. ഇവിടുന്നാണ് നമുക്ക് താഴേക്ക് ഇറങ്ങേണ്ടത് കേട്ടോ.
പക്ഷെ അവിടെ പോയിട്ട് കാര്യമില്ല, മൊത്തം ഡ്രൈ ആയി. അയ്യോ ഡ്രൈ ആയി കിടക്കുന്നത് മക്കളെ. ഇപ്രാവശ്യം ഐസ് ഇല്ല കേട്ടോ. ഐസില്ല, ഇലയില്ല, ഒന്നുമില്ല, പച്ചപ്പില്ല, ഒന്നുമില്ല അല്ലേ. ഞാൻ വന്നപ്പോ പച്ചപ്പെങ്കിലും കിട്ടിയിരുന്നല്ലേ. ഇവിടെ വണ്ടി എടുക്കാം അല്ലേ. യുംതാങ് വാലിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. മഞ്ഞുമില്ല, പച്ചപ്പും ഇല്ല, ആകെ മൊത്തം ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. ഞാൻ പത്തനംതിട്ട, അത് മലപ്പുറം തൃശ്ശൂർ ബോർഡറാണ്. ഞാൻ കഴിഞ്ഞ വർഷം പിള്ളേരായിട്ട് പോയിട്ട് താഴേക്ക് ഇറങ്ങി. നമ്മളെ കണ്ട സ്ഥലല്ലേ. 3 വയസ്സും 5 വയസ്സാണ് എന്റെ പിള്ളേരെ ഇറങ്ങിയിട്ട് കേറാൻ ഒരു രക്ഷയില്ല. ആർമി വണ്ടി ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരു വണ്ടി മാത്രം, സീസൺ ആണല്ലോ. ആർമി വണ്ടി ആണെങ്കിൽ എന്ത് ചെയ്ത് ഞങ്ങളോട് പറഞ്ഞു വേഗം കേറിയിട്ട് പൊക്കോ. ഞങ്ങൾ 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആർമി വണ്ടി അവർ എന്നിട്ട് പോവുകയും ചെയ്ത്. ഞങ്ങൾ കേറുമ്പോ ശ്വാസം കിട്ടാതെ പെടല്. ഇവര് പറയണത് എന്താന്ന് വെച്ചാല് കൂടുതൽ വേഗം തോറും അവിടെ കാറ്റ് ആ സമയത്ത് പിന്നെ ഇടി മിന്നല് കാറ്റൊക്കെ വന്നു. ഞങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല. അവസാനം വെള്ളമൊക്കെ കുടിച്ചു. എങ്ങനെ തിരിച്ചെത്തിയത് ദൈവത്തിന്റെ വണ്ടിയിലെത്തിയപ്പോ സെറ്റായി. എന്തോ നമ്മളൊന്ന് കാക്കണുണ്ട് കേട്ടോ. അതന്നെ, അത് ദൈവത്തെ പോലെ നമ്മൾ എന്തോ ഒന്ന് കാക്കുന്നുണ്ട്. നിങ്ങളിപ്പോ എവിടുന്ന ശരിക്കും? എങ്ങനെ? ഞങ്ങള് ബാംഗ്ലൂരിന്ന് വന്നതാ. ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ജോലി ഇവർക്ക് അത്രേ ഉള്ളൂ. സെറ്റിൽഡ് അവിടെയും അവിടെയും വീടുണ്ട്. നമ്മള് ഗുരുതന്മാർക്ക് ലൈക്കിൽ വെച്ച് കണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അത് ആക്ച്വലി മണിച്ചിത്രത്താഴല്ല, സർഗത്തിന്റെ ഡയലോഗാണ് കേട്ടോ. ഡയലോഗ് പറഞ്ഞപ്പോഴും നമ്മളപ്പോ എനിക്ക് കേറാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ശ്വാസം നിർത്തി കേറും. അപ്പോഴാണ് മലയാളികൾ, കാരണം നമ്മൾ ഇതുവരെ ആ റൂട്ടൊന്നും ഒരു മലയാളത്തിലും കണ്ടില്ല. അപ്പൊ ഇവരെ കണ്ടപ്പോ നമുക്കൊരു സന്തോഷം തോന്നി. ശരിയാട്ടോ, ഇവിടെ പോയാലും നമുക്ക് ആ ഭാഷ. ഇവിടെ ഞാൻ ഇത് ഉദ്ദേശിച്ചല്ല വന്നത്. കാരണം കഴിഞ്ഞ വന്നപ്പോഴും ഇവിടെ ഫുൾ പച്ചപ്പായിരുന്നു. ഒരു 4 മാസം മുന്നേ ഇവിടെ മഞ്ഞ് ഉദ്ദേശിച്ച് വന്നായിരുന്നു. ഫുൾ ഐസായിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഫുൾ ഐസ് ഫോട്ടോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്നോ ഇല്ല, അതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫ്ലവർ വാലി ഇല്ലേ, ഇതാണ് അതിന്റെ പേര്. അങ്ങനെ തന്നെ വാലി ഓഫ് ഫ്ലവർ എന്നാ ഇതിന്റെ പേര്. ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് ഒരുപാട് ചെറിയ ഫ്ലവർ കിട്ടും. നല്ല ഫ്ലവർ 4 മാസം മുന്നേ നല്ല ഫ്ലവർ. ഏപ്രിൽ മെയിൽ ഐ തിങ്ക് നമുക്ക് ഇനിയും കിട്ടും. വരണം, ഇനി ബൈക്കായിട്ട് വരണം. നമ്മളിപ്പോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ബൈക്കായിട്ട് നോർത്ത് ഈസ്റ്റ് ഈ വണ്ടി ആയിട്ട് വരുമ്പോഴേ ഡീസൽ ഇപ്പൊ നമ്മൾ തന്നെ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ലാസ്റ്റ് ടൈം. ഇനി ഏതുവരെ എത്തുന്നത് പഠിച്ചവർക്ക് അറിയാം. അതാണ് നിങ്ങളെ സമ്മതിക്കില്ല കേട്ടോ, അത്രയും ദൂരം അല്ല. പിന്നെ നമുക്ക് അപ്പൊ എന്തായാലും നമ്മള് യുംതാങ് വാലിയിൽ വന്നു. വീണ്ടും നമ്മുടെ മലയാളി ഫാമിലിയെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗുരുതമാർഗിൽ കണ്ടു, പക്ഷേ അന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. നമ്മുടെ കാടൻ സഞ്ചാരി വീഡിയോയിൽ അതുണ്ട്, സഹയാത്രിയിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പേരെന്ന് പറഞ്ഞ് പ്രശാന്തി ഗിരിജാനാരായണൻ. ഇത് വിഷ്ണു, അത് ഞാൻ കേട്ടായിരുന്നു. പ്രകാശ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കണ്ടതിൽ വളരെ സന്തോഷം. വളരെ സന്തോഷം. നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ്. ഇങ്ങനെ ആൾക്കാരെ കണ്ടുമുട്ടിയതിനെ വളരെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പേര് ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പാലക്കാട് സ്വദേശി അല്ലേ, അപ്പം ബാംഗ്ലൂരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ യാത്രയും അടിപൊളിയാകട്ടെ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ എത്ര നാളായി ഇറങ്ങിയിട്ട്? 4 ദിവസം. ഓക്കെ, എത്ര ദിവസം ഉണ്ട് ഇവിടെ ഇനി? സാറ്റർഡേ വരെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സ്റ്റേ ഹെൽത്തി. താങ്ക് യു. ഭക്ഷണം നല്ലപോലെ കഴിക്കണം. നമ്മള് അങ്ങനെ എത്തി. ഇനിയിപ്പോ താഴേക്ക് ഇറങ്ങാം കേട്ടോ. നമ്മുടെ ഈ വാലി ഇവിടെ ശരിക്കും മഞ്ഞ് കൂടി കിടക്കുന്ന ഒരു പ്രദേശം. ഇപ്പോൾ സീസൺ അല്ലെങ്കിൽ ഈ പ്രാവശ്യം നമ്മള് ഇത് ഇറങ്ങിയിട്ടില്ല എന്നാ പറയുന്നത്. സ്നോ ഒന്നും തീരെ ആയിട്ടില്ല എന്നാണ്. താഴേക്ക് ഇറങ്ങണോ? നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ യുംതാങ് വാലി. അതിന്റെ ഒരു ഭംഗി, അതൊരു വേറൊരു ഭംഗി തന്നെ. ബാക്കിലെ മലനിരകളും കാര്യങ്ങളൊക്കെ എന്ത് രസമാണെന്ന് അറിയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വരേണ്ട ഒരു മഴക്കാല സീസണുണ്ട്. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ വാലി മുഴുവൻ പൂക്കളാവും. പലതരത്തിലുള്ള ചെറിയതും വലുതുമായിട്ടുള്ള പൂക്കളാണ് ഈ ഒരു വാലിയിൽ ഫുള്ള്. അങ്ങനെയാണ് ഇതിന് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നൊരു പേരും കൂടെ ഉള്ളത്. എന്തായാലും നമ്മൾ വന്ന സമയം മഞ്ഞിൻ്റെ ഒരു സമയമായതുകൊണ്ട് തന്നെ മൊത്തം വറ്റി വരണ്ട് കിടക്കുകയാണ്. ചെടികളൊക്കെ കരിഞ്ഞു പോയി, പുതിയ ചെടികളൊക്കെ കിളിച്ചു വരുന്നുണ്ട്. പിന്നെ ഡിസംബറിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ മൊത്തം ഈ വാലി മൊത്തം ഐസായിട്ട് കിടക്കുന്നത് കാണാം. പക്ഷെ ഇപ്രാവശ്യം ഡിസംബറിലും മഞ്ഞില്ലായിരുന്നു. അതിവിടെ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ അറിഞ്ഞൊരു ഇൻഫർമേഷനാണ്. ഡിസംബറിലും ഈ വാലിയിലും മഞ്ഞില്ലായിരുന്നു.
പക്ഷേ ഇത്രയും ഉയരമുള്ള പ്രദേശത്തെ മഞ്ഞില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര അത്രയും ഹൈറ്റുള്ളൊരു സ്ഥലം, ഇത്രയും ഹൈറ്റുള്ളൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് ഇനി ചാൻസ് ഇനി നമുക്ക് ഇനി കിട്ടും. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ചാൻസ് കിട്ടും, പക്ഷേ നമുക്ക് അത്രയും ചിലവാണ്. ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ വന്നു. അന്ന് വരവിന് എത്ര രൂപ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ഫുൾ ടാങ്ക് ഡീസലും കഴിഞ്ഞു ആ ഒരു അവസ്ഥയിൽ. അതാണ്. പക്ഷെ ഈ പൈൻമരങ്ങളുടെ ഉള്ളിലൊക്കെ ഇപ്പോഴും മഞ്ഞ് വീണ് കിടപ്പുണ്ട്. പക്ഷെ വാലിയില് ഈ വെയിലിന്റെ ഒരു ചൂടായിരിക്കാം, എല്ലാം പോയിട്ടുണ്ടാവും, എല്ലാം അലിഞ്ഞു പോയതായിരിക്കാം നേരത്തെ നമ്മൾ വരുന്നതിന് മുമ്പേ. അതെന്താണോ സംഭവം? അത് ഇവിടുത്തെ കാക്കയാണോ? ഹിമാലയൻ കാക്ക. കാക്കയുടെ സൗണ്ട് അല്ലേ നിങ്ങളിപ്പോ ഈ ഫ്രെയിമിൽ കാണുന്നത്? ശരി, ഹിമാലയൻ കാക്കാട്ടോ. അതിന്റെ സൗണ്ടൊക്കെ കാക്കയുടെ പോലെ തന്നെ. ചുണ്ട്, കാല് നല്ല ബ്രൗൺ നിറം, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ആദ്യമായിട്ടാണ് ഹിമാലയൻ കാക്കനെ കാണുന്നത്. ഇനി അടുത്തേക്ക് പോയാൽ അത് പറന്നു പോകും. അത് അതിന്റെ തീറ്റ എടുക്കുന്നുണ്ടോ? നീളമുള്ള ഒരു തരം കൊക്കാണ്. അത് വെച്ചിട്ട് ആ മണ്ണില് കുത്തി കുത്തിയാണ് അത് ഓരോ സാധനങ്ങൾ എടുത്ത് തിന്നുന്നത്. നോക്കിയേ, അപ്പൊ ഹിമാലയൻ കാക്കനെ കാണാത്തവർക്കായിട്ടാണ്. കാക്കനാണോ നമുക്കറിയത്തില്ല, പക്ഷെ കാക്കയുടെ കൂട്ടുള്ള സൗണ്ടാണ്. അങ്ങനെയല്ല, എങ്ങനെയാണ് പറക്കുന്നതും കറക്റ്റ് കാക്ക പറന്നുപോയി. കാടാ ഏരിയ കുറച്ചുണ്ട് ഇത് കേട്ടോ. നമ്മളെ ഈ കാണുന്ന പോലെ ഒന്നും അല്ല, കുറച്ച് ഏരിയ ഉണ്ട്. ഇത് അത്യാവശ്യം കിടക്കുന്നുണ്ട്, അത്യാവശ്യം ഏരിയ ഉണ്ട്. എന്തായാലും ആ പൂക്കളുടെ സമയത്ത് വന്നു കഴിഞ്ഞാല് നല്ല നല്ല കുറെ വിഷലല്ല കാഴ്ചകള് നമ്മള് ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ മനോഹരമായിരിക്കും നേരിട്ട് കാണും. താഴെ ആരൊഴുകുന്നുണ്ട് കേട്ടോ. ചൈനത്ത് കറക്റ്റ് ചൈനയിൽ വരുന്ന കേട്ടോ. കാരണം 0 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് ചൈനയാണ്. 0യിലേക്ക് നമ്മൾ പോകുന്നില്ല കേട്ടോ, കാരണം ഡീസൽ തീർന്നു. ഇനി നമ്മൾ ഇന്നലെ എവിടെ മങ്ങന് നമ്മള് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് 10 ലിറ്റർ എക്സ്ട്രായും കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഗുരുതന്മാർക്ക് പോയത്. ആകെ 102 കിലോമീറ്ററേ ഉള്ളൂ. 122 കിലോമീറ്റർ. ആ 122 കിലോമീറ്റർ പോയി തിരിച്ചു വന്നപ്പോഴത്തേന് നമ്മുടെ 60 ലിറ്റർ ഡീസൽ തീർന്നു. 122 പ്ലസ് 244 കിലോമീറ്റർ. ഇങ്ങോട്ടൊരു 55 കിലോമീറ്റർ, ഏകദേശം 300 കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്ക് നമ്മുടെ ഫുൾ ടാങ്ക് 60 ലിറ്റർ തീർന്നു. അപ്പോൾ ഓർത്തോണം ഇവിടുത്തെ റോഡ് എത്രത്തോളം ഭീകരാവസ്ഥയിലുള്ളതാണെന്ന്. അങ്ങനെ യുംതാങ് വാലിയുടെ കാഴ്ചകളൊക്കെ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 0 പോയിന്റ് ഉണ്ട്, അതിനപ്പുറം ചൈനയാണ്. നമ്മളിപ്പോൾ അവിടേക്ക് പോകുന്നില്ല. ചുറ്റുമുള്ള മലകളിലെല്ലാം ഐസായി തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ചാണ്. ഇപ്പോൾ ചെറിയ രീതിയിലൊരു സ്നോഫാളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ക്യാമറ കിട്ടുന്ന ആ ഒരു രീതിയിലേക്കുള്ള ഒരു തിക്നെസ് ഇല്ലായിരുന്നു അവിടെ, അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇനിയിപ്പോൾ കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആകും. അതിന് മുമ്പ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്.